മനുഷ്യബന്ധങ്ങളിലെ വിശിഷ്ടവും വിശുദ്ധവുമായ ഒന്നാണ് സൗഹൃദ ബന്ധം. ഒരു കൂട്ട് കൊതിക്കാത്ത ആരാണുള്ളത്? ഫേസ്ബുക്കിലും സമാന സമ്പർക്ക മാധ്യമങ്ങളിലുമൊക്കെ വയോധികരായവർ പോലും സൗഹൃദാപേക്ഷകൾ അയക്കുന്നത് കൂട്ടുകാരെ കിട്ടാനുള്ള ആഗ്രഹത്തിന് വയസ്സും വാർദ്ധക്യവും ഒന്നുമില്ല എന്നതിനുള്ള തെളിവല്ലേ? എഴുതുമ്പോഴും ഉച്ചരിക്കുമ്പോഴും ഒരുപോലെ ഒത്തിരി ഊഷ്മളത തോന്നുന്ന പദങ്ങളിലൊന്നാണ് മിത്രം. ഇതിന് സുഹൃത്ത്, സ്നേഹിത, സ്നേഹിതൻ, ചെങ്ങാതി, കൂട്ട്, അഭ്യുദയകാംക്ഷി എന്നൊക്കെയുള്ള പര്യായങ്ങളുണ്ട്. മനുഷ്യകുലം സ്വാഭാവികമായും സുഹൃത്തുക്കളുടെ സമൂഹമാണ് ആയിരിക്കണം. നമ്മെ മനസ്സിലാക്കാനും അവശ്യ സമയങ്ങളിൽ സഹായിക്കാനുമൊക്കെയായി ഒരു സുഹൃത്തിനെയെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ലെന്ന് ആർക്കും തന്നെ പറയാനാവുമെന്ന് തോന്നുന്നില്ല. ഓരോരുത്തരുടെയും നിഴൽ തന്നെ വേണ്ടെന്ന് വയ്ക്കാനാവാത്ത ഒരു കൂട്ടല്ലേ സൗഹൃദം. ഒരു സുഹൃതമാണ്. ഒരു മനുഷ്യജന്മത്തിന് അതിൻ്റെ ആയുസ്സിൽ കൈവരുന്ന പുണ്യങ്ങളിലൊന്ന്. ഒറ്റയ്ക്കിരുന്ന് അറ്റുപോകാനോ വറ്റിപ്പോകാനോ ഉള്ളതല്ല മനുഷ്യായുസ്. എത്ര പേർ കൂട്ടുകാരുണ്ട് എന്നതല്ല, കൂട്ടുകാർ എത്ര പേരുണ്ടെന്നതാണ് പ്രധാനം. സൗഹൃദ ബന്ധങ്ങളിൽ സംഖ്യയ്ക്കല്ല, സത്യസന്ധതയ്ക്കാണ് മുൻതൂക്കം. യഥാർത്ഥ മിത്രം ആരായിരിക്കണമെന്ന് ഫ്രണ്ട് എന്ന ആംഗലേയ നാമത്തിലെ ഓരോ അക്ഷരവും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, മിത്രം രൂപപ്പെടുത്തുന്നയാൾ ഫോർമേറ്റർ ആയിരിക്കണമെന്ന് എഫ് എന്ന അക്ഷരം ഓർമ്മിപ്പിക്കുന്നു. ശിലയിൽ നിന്നോ മരത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ ഒക്കെ മനോഹരങ്ങളായ ശില്പങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ശില്പിയെപ്പോലെയാണ് ഓരോ ചങ്ങാതിയും. അരുതാത്തതും അനാവശ്യവുമായതെല്ലാം തൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നിന്നും കൊത്തിയകറ്റി സുന്ദര രൂപങ്ങളാക്കി അവരെ മാറ്റാൻ ഒരു സുഹൃത്തിന് സാധിക്കണം. സൽസ്വഭാവ രൂപീകരണത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം ശ്രദ്ധിക്കുന്നവരാണ് യഥാർത്ഥ മിത്രങ്ങൾ. ഇത് വീഴ്ച പറ്റാനാവാത്ത വലിയൊരു കടമയാണ്. കാരണം ഒരാളുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ അയാളുടെ സ്വഭാവത്തിനും വ്യക്തിത്വത്തിനും നല്ലൊരു പങ്കുണ്ട്. ഇവയൊക്കെ സ്വാധീനിക്കുന്ന വ്യക്തിയാണ് മിത്രം. ഓർക്കണം, നമ്മുടെ ജയാപജയങ്ങൾക്ക് പിന്നിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. നമ്മെ സ്വരൂപികളോ വിരൂപികളോ ആക്കാൻ നമ്മുടെ കൂട്ടുകെട്ടുകൾക്ക് കഴിയും. ബുദ്ധമത പ്രബോധനം അനുസരിച്ച് നമ്മിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുന്ന വ്യക്തിയാണ് നമ്മുടെ യഥാർത്ഥ മിത്രം. സാൻമാർഗികരായ മിത്രങ്ങളെയും സഹയാത്രികരെയും നട്ടുവളർത്തുക എന്നതിനേക്കാൾ കൂടുതൽ ശക്തമായി ഒരാളുടെ അഭിവൃദ്ധിയെ സ്വാധീനിക്കുന്ന മറ്റൊന്നും തന്നെയില്ല. സ്വയം ഒരു നല്ല സുഹൃത്താവുക. സംശുദ്ധമായ സൗഹൃദത്തിനാണ് ശ്രീബുദ്ധൻ ആഹ്വാനം ചെയ്യുന്നത്. ഇസ്ലാം മത പ്രബോധനങ്ങളിൽ സൗഹൃദത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഒരു വ്യക്തിക്ക് തൻ്റെ ഏകാന്തതയെ തരണം ചെയ്യാൻ നൽകപ്പെട്ടിട്ടുള്ള ദൈവീകമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സൗഹൃദം. നല്ല മിത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും വ്യക്തിത്വത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമതായി, മിത്രം കണ്ണാടി റിഫ്ലക്റ്റർ ആയിരിക്കണമെന്ന് എന്ന അക്ഷരം ഓർമ്മിപ്പിക്കുന്നു. കണ്ണാടിയിൽ നോക്കുന്നയാൾ അയാളുടെ തന്നെ പ്രതിബിംബമാണ് കാണുന്നത്. ഒരാളുടെ തനി രൂപവും നിറവുമാണ് കണ്ണാടി കാണിച്ചു തരുന്നത്. കുറവുകളും കഴിവുകളും എല്ലാം അതിൽ തെളിഞ്ഞു കാണാം. നാം വാസ്തവത്തിൽ ആരാണെന്ന് കാപട്യമില്ലാതെ നമുക്ക് കാട്ടിത്തരുന്നവരാണ് വിശ്വസ്തരായ ചങ്ങാതികൾ. ഒളിച്ചു വയ്ക്കാൻ അവർക്ക് ഒന്നുമില്ല. തെറ്റെന്നും ശരി ശരിയെന്നും മിത്രഭാവേന അവർ പറഞ്ഞു തരും. നമ്മെ തിരുത്താനും പ്രോത്സാഹിപ്പിക്കാനും അവർക്കേ കഴിയൂ. അല്ലാതെ രണ്ട് മുഖങ്ങളുള്ളവർക്കും എന്തിനേയും ഏതിനേയും ലൈക്ക് മാത്രം ചെയ്യുന്നവർക്കും യഥാർത്ഥ സുഹൃത്തുക്കളാകാൻ ഒരിക്കലും ഒക്കില്ല. ചെങ്ങാതി ചതിയാകാതെ നോക്കണം. സൗഹൃദ വലയം സംഹാര വളയമായി മാറരുത്. സൂത്രങ്ങളുള്ളവർ നല്ല മിത്രങ്ങളല്ല. മാതാപിതാക്കളും മുതിർന്നവരും പ്രോത്സാഹിപ്പിക്കാത്ത കൂട്ടുകെട്ടുകൾ പാടെ ഉപേക്ഷിക്കുന്നതാണ് കുട്ടികൾക്കുത്തമം. കപടമിത്രങ്ങളുടെ കെണികളെയും കുഴികളെയും വിവേചിച്ചറിയണം. ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ബുദ്ധമത പ്രബോധനം അനുസരിച്ച് കുലീനമായ കൂട്ടുകെട്ടാണ് വിശുദ്ധമായ ജീവിതത്തിൻ്റെ സമസ്തവും. സുഹൃത്ത് ഒരാളുടെ ജീവിതത്തിൻ്റെ പങ്കും പ്രതിബിംബവുമാണ്. മൂന്നാമതായി, മിത്രം വഴിയമ്പലം സത്രം ഇൻ ആയിരിക്കണമെന്ന് എന്ന അക്ഷരം ഓർമ്മിപ്പിക്കുന്നു. സത്രം ഒരു താവളമാണ്, താങ്ങാണ്, അഭയമാണ്, സഹായമാണ്. നല്ല മിത്രങ്ങൾ ഇവയെല്ലാമാണ്. ജീവിതയാത്രയിൽ വഴിയറിയാതെ അലയുമ്പോൾ അരികിൽ അഭയമായി കാണുന്നവർ. അനുദിന ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളാൽ മെയ്യും മനസ്സും തളരുമ്പോൾ തെല്ലിട ചാരി നിൽക്കാവുന്ന തോളായും ചുമരായും ചാരിയുള്ളവർ. അങ്ങനെയുള്ള ചിലരെങ്കിലും ഉണ്ടെന്ന തോന്നൽ തന്നെ എന്തൊരാശ്വാസമാണ്. മിത്രം സത്രമാകണം.
സത്യസന്ധരായ കൂട്ടുകാരെ ആവുന്നത്ര സ്വന്തമാക്കുക. കാരണം അവർ സന്തോഷം സമ്മാനിക്കുന്നവരും അനർത്ഥങ്ങളിൽ അഭയവുമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സിഖ് മത ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ് സാഹിബിലെ സുഹൃത്ത് ബന്ധത്തെ പറ്റിയുള്ള പ്രബോധനം അനുസരിച്ച് ഒരാൾ സ്വയം ദൈവത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അയാൾക്ക് സർവ്വരും സുഹൃത്തുക്കളായി മാറും. എൻ്റെ കൂടെ നടക്കാൻ കഴിയുന്നവരാണ് എൻ്റെ കൂട്ടുകാർ എന്നീ വാക്യങ്ങൾ പ്രസ്താവ്യങ്ങളാണ്. രക്തബന്ധത്തേക്കാൾ ഒട്ടും കുറഞ്ഞ പ്രാധാന്യമല്ല സുഹൃത്ത് ബന്ധത്തിനുള്ളത്. സ്വന്തം താല്പര്യങ്ങളുടെ ബലികഴിക്കൽ ഉൾക്കൊള്ളുന്ന അവിഭാജ്യവും ശാശ്വതവും സ്നേഹമസൃണവുമായ ഒരു ബന്ധമാണ് യഥാർത്ഥ സൗഹൃദം. നാലാമതായി, മിത്രം ഊർജം, എനർജി ആയിരിക്കണമെന്ന് ഇ എന്ന അക്ഷരം ഓർമ്മിപ്പിക്കുന്നു. പ്രവർത്തനശേഷിക്ക് ഊർജം അനിവാര്യമാണ്. ശക്തി ശോഷണം തളർച്ചയ്ക്കും നിർജീവത്വത്തിനും ഹേതുവാകും. മിത്രങ്ങൾ പരസ്പരം ഊർജം പകരുന്നവരായിരിക്കണം. ആത്മസുഹൃത്തുക്കൾ ഉള്ളവർക്ക് എത്ര വലിയ പ്രതിസന്ധികളെയും സധൈര്യം നേരിടാൻ ശേഷിയുണ്ടാകും. ചെങ്ങാതിമാർ ഊന്നുവടികളായി കൂടെയുള്ളവർ ജീവിതയാത്രയിലെ വിലങ്ങുതടികളെ അനായാസമായി തരണം ചെയ്ത് മുന്നോട്ടു പോകും. ചെങ്ങാതി ഒരു ചെങ്ങാടമായിരിക്കണം. ഫ്രണ്ട്ഷിപ്പ് ഒരു ഷിപ്പ് തന്നെ ആയിരിക്കണം. അസാധ്യതകളുടെ കുറുകെ കടക്കാൻ സഹായിക്കുന്ന കപ്പൽ. നമ്മുടെ സുഹൃത്തുക്കളുടെ വിശ്വാസം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. ആയതിനാൽ സൂക്ഷിച്ചു വേണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ. ഓർക്കണം, അപകടകാരിയായ ഫ്രണ്ടിൽ ഫയറുണ്ട്. അത് നമ്മുടെ എൻഡിന് ഇടയാകും. അഞ്ചാമതായി, മിത്രം ശുശ്രൂഷിക്കുന്നയാൾ നേഴ്സ് ആയിരിക്കണമെന്ന് എൻ എന്ന അക്ഷരം ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കരുതലോടെ ചെയ്തു കൊടുക്കുന്നവരാണ് ശുശ്രൂഷകർ. ശ്രദ്ധയുള്ള കാവലാളുകളാണവർ. മഹാഭാരതത്തിലും രാമായണത്തിലും സമർപ്പണവും നിസ്വാർത്ഥതയുമാണ് സൗഹൃദത്തിൻ്റെ മുഖലക്ഷണങ്ങൾ. കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദത്തിന് ജാതിയുടെയോ മതത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ ഒന്നും അതിരുകളില്ല. കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സൗഹൃദം മിത്രം, ത്വാത്വികൻ, മാർഗദർശി എന്നീ പ്രമാണത്തിൽ അധിഷ്ഠിതമാണ്. ദുര്യോധനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ഒരു കൂട്ടുകാരനെയാണ് കർണനിൽ കാണുന്നത്. അഗ്നിപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് സൗഹൃദ പ്രതിജ്ഞ എടുക്കുന്ന രാമനും സുഗ്രീവനും സുഹൃത്ത് ബന്ധത്തിൻ്റെ ഗൗരവത്തെയും മൂല്യത്തെയും വിളിച്ചോതുന്നു. മിത്രങ്ങൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോഴാണ് സുസ്ഥിരമായ സൗഹൃദം ഉണ്ടാകുന്നത്. വിശ്വസ്തത സൗഹൃദത്തിൻ്റെ അടിത്തറയാണ്. ആറാമതായി, മിത്രം നിഘണ്ടു, ഡിക്ഷണറി ആയിരിക്കണമെന്ന് ഡി എന്ന അക്ഷരം ഓർമ്മിപ്പിക്കുന്നു. നിഘണ്ടു വിജ്ഞാനകോശമാണ്. അറിവ് ആർജിക്കുവാനുള്ള ഒരു ഉപാധിയാണത്. വ്യക്തവും കൃത്യവുമായ ജ്ഞാനം അത് നൽകുന്നു. നല്ല മിത്രം അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും താളുകൾ തുന്നിച്ചേർത്ത പാഠപുസ്തകമാണ്. കൂടെ കൊണ്ട് നടക്കാനും സമയാസമയം തുറന്നു വായിക്കാനും ഉപകരിക്കുന്ന അജ്ഞതയകറ്റുന്ന അധ്യായങ്ങളുടെ സമാഹാരം. മാന്യമായ പെരുമാറ്റവും സംസ്കാരച്ചുവയുമുള്ള സംസാരശൈലിയും വക്രതയില്ലാത്ത വീക്ഷണങ്ങളുമൊക്കെ ചെങ്ങാതിയിൽ നിന്നാണ് പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതും. കൂട്ട് കത്തുന്ന ഒരു ചൂട്ട് ആയിരിക്കണം. അജ്ഞതയുടെ അന്ധകാരം അകറ്റി വിജ്ഞാനത്തിൻ്റെ വഴി തെളിക്കുന്ന ചൂട്ട്. കുലീനമായ സ്വഭാവവും ശീലങ്ങളുമുള്ളവരെ ചെങ്ങാതികളായി തിരഞ്ഞെടുക്കണം. അന്യോന്യം ആദരിക്കുക, പിന്തുണയ്ക്കുക, ഉപദേശിക്കുക, തെറ്റുകൾ ക്ഷമിക്കുക, രോഗാവസ്ഥയിൽ സന്ദർശിക്കുക, മൃതസംസ്കാരത്തിൽ പങ്കെടുക്കുക തുടങ്ങിയവയാണ് സുഹൃത്തുക്കളുടെ ഉത്തരവാദിത്വങ്ങൾ.